കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ ഒന്നും വീഡിയോ ഇട്ടില്ല, വീഡിയോ ഇടാൻ പറ്റിയില്ല, അതാണ് കാര്യം, മടിയായിരുന്നു. പിന്നെ ഇത് കർക്കിടക വാവിൻ്റെ വിശേഷങ്ങളൊക്കെ കുറച്ച് പറയാമെന്ന് വിചാരിച്ചു കൂട്ടുകാരെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ കൂട്ടുകാരെയും എൻ്റെ വീഡിയോ ഒന്ന് കാണുകയും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്, ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത് കൂട്ടുകാരെ. അങ്ങനെ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷത്തെയും കർക്കിടക വാവുബലി കഴിഞ്ഞു. നമ്മുടെ പിതൃക്കളെയെല്ലാം നമ്മൾ ഓർമ്മിക്കുന്ന ഒരു ദിവസമാണ്. നമ്മൾ വീട്ടിൽ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മുടെ പിതൃക്കൾക്ക് നമ്മൾ വിളമ്പുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ കൃത്യമായിട്ട് നല്ല എല്ലാ വർഷവും കർമ്മം ചെയ്യുന്നവരുണ്ട്. നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ മുത്തച്ഛനോ മുത്തശ്ശിയോ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പോയി ബലിയിടണം. ബലിയിട്ട എൻ്റെ വിശേഷമാണ് പറയുന്നത്. ഞാൻ അന്ന് ബലിയുടെ അന്ന് ഞാൻ ഇവിടുന്ന് രാവിലെ ഒരു 10 മണിയായപ്പോഴത്തേനാണ് പോയത്. സാധാരണ എനിക്ക് വർക്കല പോയി ബലിയിടുന്നതാണ് ഭയങ്കര ഇഷ്ടം. അവിടെ എന്താണെന്ന് എനിക്കറിയാൻ വയ്യ, പണ്ട് തൊട്ടേ വർക്കല പോകുന്നത് കൊണ്ടായിരിക്കും അവിടെയായിരുന്നു ഇഷ്ടം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും അത് നടന്നില്ല. കാരണം ഭയങ്കര തിരക്കാണ്. ഇവിടുന്ന് വിചാരിക്കുന്ന സമയത്ത് വണ്ടിയൊന്നും കിട്ടുന്നില്ല. അവിടെ ചെന്നാലും ഭയങ്കര തിരക്കാണ്. അത് ആലോചിച്ചപ്പോൾ തൊട്ടടുത്ത് തന്നെ ഇവിടെ ബലിയിടുന്ന സ്ഥലമുണ്ട്, പാവനാശം മുണ്ടയ്ക്കൽ. അങ്ങനെ ഞാൻ അവിടെ പോയി. 10 മണിയായപ്പോഴത്തേന് അവിടുന്ന് വഴിയിൽ നിന്നൊരു തോർത്തൊക്കെ വാങ്ങിച്ച് നല്ല ആ സമയത്തെല്ലാം നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. നല്ല പൊരി വെയിലാണെന്ന് പറയാം. ആ പൊരി വെയിലത്ത് ഞാൻ അവിടെ ചെന്ന് ഇതൊക്കെ ആയിട്ടിരുന്ന് എല്ലാ സ്വാമിമാരെയും ഒത്തിരി ഇടത്ത് സ്വാമിമാർ അവരുടെ സെറ്റും എല്ലാം ഉണ്ട്. പൂജയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളുമൊക്കെ ആയിട്ട് അവരുടെ പിൻഗാമികളും അവരുടെ അസിസ്റ്റൻറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരെയും അവിടെ ചെന്ന് നിന്ന് നോക്കി. എന്നിട്ട് എനിക്ക് സൗകര്യമെന്ന് തോന്നിയ സ്വാമിയുടെ അടുത്ത് ഞാനും ഇരുന്നു. ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. സ്വാമി പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് ഒരു കൊച്ചു പരാതി എന്ന് പറയുന്നത്. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ മൈക്കിൽ കൂടെ ആ സ്വാമി ഇങ്ങനെ പറയും, നമുക്കത് കൃത്യമായിട്ട് പറയാൻ ഒരു സമയം കിട്ടും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചത്. ഇപ്രാവശ്യം സ്വാമി പറന്ന് പറന്നങ്ങ് പോയി, പറഞ്ഞ് അങ്ങ് പോയി. ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടു പോയി. ഞാൻ കട്ടയ്ക്ക് സ്വാമി ഒരെണ്ണം പറയും. ഞാൻ അത് കേൾക്കുമ്പോഴത്തേന് തന്നെ സ്വാമി അടുത്തത് പറയും. നമുക്ക് പരിചയമില്ലാത്ത ഇത് ആയത് കാരണം നമുക്കിത് ചിലതൊന്നും നമുക്ക് കിട്ടത്തില്ല. എന്നാലും കട്ടയ്ക്ക് സ്വാമിയുടെ കൂടെ നിന്ന് ഞാൻ എന്തായാലും കൃത്യമായിട്ട് ബലിയെല്ലാം ഇട്ട് ഇങ്ങ് വന്നു. എല്ലാവർക്കും വേണ്ടിയാണ് ബലിയിട്ടത് കൂട്ടുകാരെ. അത് എനിക്ക് എല്ലാ വർഷവും എനിക്കുള്ള ഒരു സന്തോഷം മാത്രമാണ്. നമുക്ക് നമ്മുടെ പൂർവികരെയൊക്കെ ഒന്ന് ഓർക്കുന്നതും അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യവും വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്യുന്നതും നമുക്ക് വളരെയധികം മനഃശാന്തിയും തരും. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വീടിനും എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് തരുമെന്നാണ് പറയുന്നത് കൂട്ടുകാരെ. നമ്മുടെ പിതൃക്കളെയെല്ലാം നമ്മൾ സന്തോഷിപ്പിക്കണം, അവരെ നമ്മൾ ഓർക്കണം. അപ്പോൾ അവർ നമ്മളെ എപ്പോഴും നമ്മളെ ഒരു പ്രൊട്ടക്ഷനായിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇത് എനിക്കുള്ള അനുഭവം കൂടിയാണ്. കാരണം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എനിക്കിപ്പം മോനും ഉണ്ട്, ഹസ്ബൻഡും ഉണ്ട്. അല്ലാതെ അമ്മയും അച്ഛനും എല്ലാവരും മരിച്ച് ഇരിക്കുന്ന സമയമാണ്. എല്ലാവരും അങ്ങ് മരിച്ച്. അത് കാരണം ഞാൻ ഇപ്പം ഈ ഉള്ള ആളുകളെല്ലാം സൗഭാഗ്യത്തോടെ ഇരിക്കണം. അതിന് വേണ്ടി മാത്രമൊന്നുമല്ല, നമ്മുടെ മനസ്സമാധാനത്തിന് കൂടിയാണ് ഈ ബലിയൊക്കെ ഇടുന്നത്. എല്ലാ കൂട്ടുകാരും വളരെ സന്തോഷത്തോടു കൂടി പോയി ഇങ്ങനെ പിതൃക്കൾക്ക് വേണ്ടി എല്ലാ പൂജകളും എല്ലാം ചെയ്യണം. ഈ കർക്കിടക വാവ് ദിവസത്തിൽ നമ്മുടെ കുടുംബത്തിന് ഏറ്റവും നല്ലതാണ്. നമ്മളെ എല്ലാവരെയും അവർ കാത്തോളും എന്നാണ് പറയുന്നത്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല അനുഭവമാണ് കൂട്ടുകാരെ. എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടി ഇരുന്ന് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. ഒരാണ്ടിലാണിത് വരുന്നത്. ചില വീടുകളിൽ മുമ്പൊക്കെ ഭയങ്കര വിശേഷമാണ് ഈ വാവെന്ന് പറയുന്നത്, കർക്കിടക വാവ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ കർക്കിടക വാവിൻ്റെ ഒന്നൊരു പനി വരുമായിരുന്നു. അത് ഭയങ്കരമായിട്ട് അങ്ങ് കൂടി ഒത്തിരി പ്രശ്നമുള്ള പനിയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ഇതുവരെ അത് വന്നില്ല. എന്നാലും നമ്മൾ ഈ ചില പ്രയോഗങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു ചുക്ക് കാപ്പി, അത് ഭയങ്കര എഫക്റ്റീവാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പനിയോ അസുഖമോ എന്തെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു സിംറ്റം കാണുമ്പം തന്നെ നമ്മളൊരു ചുക്ക് കാപ്പി ഇട്ടങ്ങ് കുടിക്കണം.
ചുക്ക് കാപ്പി ഇട്ട് കുടിച്ചാൽ നമുക്ക് നല്ല റെസിസ്റ്റിംഗ് പവറാണ് കിട്ടുന്നത് കൂട്ടുകാരെ. എല്ലാത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വലിയിട്ട് എനിക്ക് അപ്പോൾ അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ഒത്തിരി ഇടത്ത് ഇത് തർപ്പണം നടത്തുന്നത് കാരണം നമുക്ക് സ്പേസും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ കുറേ സമയമൊന്നും അവിടെ കടലിൻ്റെ അവിടെ അത് കൊണ്ടിടുന്നിടത്ത് നിൽക്കാൻ ആ ഗാർഡുകൾ സമ്മതിക്കത്തില്ല. നമ്മൾ ഇത് കൊണ്ടുവന്ന് ബാക്കിൽ കൂടെ അങ്ങ് തർപ്പണം നടത്തി കഴിഞ്ഞാൽ അപ്പോഴും തന്നെ അവിടെ നിന്ന് പൊയ്ക്കോണം, അവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ല. കാരണം തിരയെന്ന് പറയുന്നത് അത്ര ഫോഴ്സിലാണ്, പേടിയാണ് ആളുകൾക്കെല്ലാം. അവർ നല്ല പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് കൂട്ടുകാരെ. കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ഒരു നാട്ടുകാരനെ കണ്ടിരുന്നു ഇവിടെ വന്ന് ഇട്ടിട്ട് പോകുന്നത്. ഇന്ന് പക്ഷേ ഒരു സാറിനെ കണ്ടായിരുന്നു, പുള്ളി അങ്ങ് കുളിക്കാനായിട്ട് അങ്ങ് പോയി. അത് കാരണം പിന്നെ വേറെ ആരെയും പരിചയമുള്ളവരും ഒന്നും കണ്ടില്ല. അത് കഴിഞ്ഞ ഉടനെ വീട്ടിൽ വരും. കടലിൽ നിന്ന് കുളിക്കത്തൊന്നുമില്ല. നമ്മൾ 3 തവണ ഇങ്ങനെ കടൽ വെള്ളം കുടഞ്ഞ് ഒരു വണ്ടിക്കകത്ത് ഇവിടെ വന്നിറങ്ങി ഇവിടെ വന്നങ്ങ് കുളിക്കും. കുളിച്ച് കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൽ പോയി പിന്നെ അടുത്ത പൂജയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് എല്ലാ വർഷവും ചെയ്യുന്നത് കൂട്ടുകാർ. നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കൂട്ടുകാർ. ഇതൊക്കെയായിരുന്നു കർക്കിടക വാവ് വിശേഷം. എന്തായാലും 2 ദിവസം കൊണ്ട് മഴ ഇത്തിരി കുറവുണ്ട്, ഒരു സമാധാനമൊക്കെ ഉണ്ട് കൂട്ടുകാരെ. അതിൻ്റെ ഈ മഴയൊക്കെ ഇത്തിരി തോന്നി നിൽക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ആശ്രാമ മൈതാനത്തൊരു എക്സിബിഷനൊക്കെ നടക്കുന്നത്. അത് കണ്ടിട്ട് വന്ന വഴിക്ക് 5-6 ചെടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ചെടിയെന്ന് പറഞ്ഞാൽ കുറച്ച് ഇടയ്ക്കൊക്കെ ഇങ്ങനെ മനസ്സിനകത്തൊരു ആഗ്രഹം വരും, കുറച്ച് പച്ചക്കറികളൊക്കെ നടാം. ഇനി തൊട്ട് ഞാൻ എന്നും നടും, ഇവിടെ എല്ലാം അങ്ങ് നടും, മൊത്തം അങ്ങ് കൃഷിയാക്കുമെന്നൊക്കെ അങ്ങ് മനസ്സിൽ വിചാരിക്കും. അപ്പോഴാണ് ഒരു പനി വരും, അല്ലെങ്കിൽ കൈവേദന, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ അതങ്ങ് തടസ്സപ്പെടും. അങ്ങനെ എനിക്ക് ഇപ്പം വീണ്ടും ആഗ്രഹം മനസ്സിൽ വന്നു, 5-6 ചെടിയൊക്കെ നടണം. 5-6 വെണ്ടയ്ക്കയും തക്കാളിയും ഇതൊക്കെ പച്ചമുളകും ഒക്കെ നടണമെന്നൊക്കെ ഉള്ള ആഗ്രഹം വന്നു. അങ്ങനെ ഞാൻ തന്നെ പോയി കുറച്ച് തൈകളൊക്കെ വാങ്ങിച്ചു കൊണ്ട് വന്ന് വാഴത്തൈ നടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലോ. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ എല്ലാവരും കണ്ടു കാണുമല്ലോ. അങ്ങനെ വാഴത്തൈയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നട്ട് ഒരു മാവിൻ്റെ തൈ എല്ലാം കൊണ്ടുവന്ന് കുറേശ്ശെ നട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് വാഴയും മാവും നടാനുണ്ട്. ഇന്ന് വൈകുന്നേരത്ത് എന്നും താമസിച്ചാണ് വരുന്നത്. അത് കാരണം ഒരു പണികളും ചെയ്യാൻ പറ്റത്തില്ല, വിചാരിക്കുന്ന കണക്കൊന്നും നടക്കത്തില്ല. രാവിലെയും ഇതുപോലെയാണ്. മോന് രാവിലെ പോകണം, പിന്നെ അത് കഴിഞ്ഞ് വന്ന് അതിനൊന്നും സമയം കിട്ടത്തില്ല. പിന്നെ അങ്ങ് റെഡിയായി പോകാനേ നോക്കത്തുള്ളൂ, അങ്ങ് ക്ഷീണിക്കും. പിന്നെ എന്തായാലും ബാക്കി ഇത്രയും നട്ടു, ഇനി 2 എണ്ണം കൂടെ നടാനുണ്ട് കൂട്ടുകാരെ, അത് ഞാൻ നടും. അങ്ങനെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിലിരിക്കുക ചെടികളൊക്കെ നടുന്നതിന്. ഒരു വെള്ള റോസയും വാങ്ങിക്കൊണ്ട് വന്ന് നട്ടു കൂട്ടുകാരെ. ഒരു പൂവും അതിനകത്ത് നിൽപ്പുണ്ട്. ഇന്ന് വേറെ എൻ്റെ ഒരു ചുമന്ന നഴ്സറികളിൽ നിന്നാണ് വാങ്ങിക്കൊണ്ട് വന്ന് നടുന്നത്. ഒരു റോസാപ്പൂ ഇന്ന് ചുമന്നത് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഞാൻ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇന്ന് 7-ന് 10 മിനിറ്റ് ഉള്ളപ്പം രാത്രിയിലത്തെ ഫുഡെല്ലാം കഴിച്ച് നല്ല വിശന്നാണ് വന്നത്. അങ്ങനെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. വീഡിയോ ഇടുന്നതിന് ഒരു സമയം ഉണ്ട്. ഇപ്പോൾ വന്ന് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇടാൻ തോന്നിയാൽ ഇടും, പിന്നെ ഇല്ലെങ്കിൽ പിന്നെ അങ്ങ് മടിയായിരിക്കും. അതാ, വേറെ ഒരു വിശേഷവും ഇല്ല കൂട്ടുകാരെ. ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. എല്ലാവരും ചായയൊക്കെ കുടിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം മണി 7:30 ആയതേ ഉള്ളൂ. ഞാനിനി ഇവിടെ ഇരുന്ന് കുറച്ച് സമയം യൂട്യൂബൊക്കെ കാണും, ആരെങ്കിലുമൊക്കെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് എൻ്റെ ഇനിയുള്ള പണികൾ. രാത്രി ഇനി ഒരു പണികളും ഇല്ല. ഇതൊക്കെയാണ് കൂട്ടുകാരെ. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ഈവനിങ്. വേറെ ഇനി ഒന്നുമില്ല.